ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിലാട്ടോ. മോനൊട്ടും വയ്യായിരുന്നു. അപ്പോൾ ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കുറവില്ലാതെ ഇപ്പോൾ വീണ്ടും വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുപോയപ്പോൾ തന്നെ സിസ്റ്റേഴ്സൊക്കെ ഇങ്ങനെ ഈ ചേച്ചിമാരൊക്കെ അവൻ്റെ വട്ടം ചുറ്റി നിന്നപ്പോൾ ആൾ പെട്ടെന്ന് അങ്ങ് പേടിച്ചു പോയായിരുന്നു കേട്ടോ. അവിടെ പോയി ടെമ്പറേച്ചറും പൾസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഡോക്ടറിനെ കണ്ടപ്പോൾ ആൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഇഞ്ചക്ഷൻ വെക്കല്ലേ വെക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൾക്ക് എന്താണെന്ന് വെച്ചാൽ നല്ല പനിയും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ നല്ല ബോഡി പെയിനും ചുമയും ജലദോഷവും ഒക്കെ ഛർദിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ സാധാ പാരസെറ്റാമോളും സംഭവങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചിട്ട് കുറവില്ലായിരുന്നു. രണ്ടാമത് കൊണ്ടുവന്നപ്പോൾ യൂറിനും ബ്ലഡും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് ആൾക്ക് ചെറുതായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നെന്ന്. പിന്നെ അത് മാത്രമല്ല, അത് നമ്മുടെ ബ്ലഡിലോട്ട് ചെറുതായിട്ട് സ്പ്രെഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ പനി അസുഖങ്ങളൊക്കെ വരുമ്പം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് പോകാൻ നോക്കുക. കൂടാതെ വെള്ളം ധാരാളം കൊടുക്കുക കേട്ടോ. കുഞ്ഞു പിള്ളേർക്കൊക്കെ വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. എൻ്റെ മോന് ആ കൂട്ടത്തിലുള്ള കേട്ടോ. അവൻ ട്രിപ്പ് ഇട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ കൈ പിടിക്കാൻ തുടങ്ങിയത്. അത് കഴിയുന്നത് വരെ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, കുഞ്ഞു പിള്ളേരെയൊക്കെ. അപ്പോൾ ട്രിപ്പും ഇഞ്ചക്ഷനൊക്കെ 2-3 ദിവസം ഉണ്ടായിരുന്നു. ഇത് പിറ്റേ ദിവസത്തെ കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം കുറവുണ്ട്. എല്ലാവരും ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക കേട്ടോ. കുഞ്ഞു പിള്ളേരുള്ളവരൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.